എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഇടിയും മിന്നലും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മമ്മൂക്ക, റീന ചേച്ചി തുടങ്ങിയവരെ വന്നിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി തന്നെ നോക്കുന്നത് ഷൂട്ടിങ്ങും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഒരുപാട് സീനുകൾ ആലുവ ദേശം പരിസരത്തൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഒരുപാട് സിനിമകൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടു വളർന്ന മമ്മൂട്ടി എന്ന വലിയ നടൻ്റെ കൂടെ ഞാൻ പിന്നെ സംവിധാന സഹായിയായിട്ട് വർക്ക് ചെയ്തു മഴയത്ത് മുമ്പേ. അപ്പം അതിനു മുമ്പ് അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കാൻ ഇടയായത് സൈന്യം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ്. ഞാനും അതിലൊരു വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക വരുന്നു എന്ന് പറഞ്ഞ ദിവസം ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മമ്മൂക്ക വന്നിറങ്ങി. അപ്പോൾ ക്രൗഡിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഞങ്ങളും കുറേ ഇങ്ങനെ കുട്ടികൾ മറ്റേ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭി തുടങ്ങിയ കുറേ ആളുകൾ പിന്നെ അവിടെ സൈഡിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണോടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് കൈ കാണിച്ച് വിളിച്ചു, എന്താണ് മാറിയേക്കണത്? നീക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പരിചിതനായ സ്ഥിരം വീട്ടിൽ തന്നെ ആളല്ലേ. അപ്പം ഞാൻ വിളിച്ചു, ഞാനങ്ങനെ വീട്ടിൽ ആണ് ഏഷ്യനെറ്റിലൂടെ കോമിക്കോളയും എനിക്ക് സ്ഥിരം കാണുന്ന ആണ് മമ്മൂക്ക, ഇത്ത, കുട്ടികൾ എല്ലാവരും. അപ്പം തമാശകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കൂടുതലും മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കാനൊക്കെ ഉള്ളൊരു മുകേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് മഴത്തുമ്പിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ അതിനുശേഷമാണ് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ ആ ഗ്യാപ്പിലാണ് മാനത്തെ കൊട്ടാരം സിനിമ അഭിനയിക്കുകയും എന്നും ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ പറയും, നിന്നിലൊരു സംവിധായകൻ ഉണ്ട്, നീ സിനിമ ചെയ്യണം, ഡേറ്റിൻ്റെ കാര്യം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ അന്നേ നമുക്ക് പറയായിരുന്നു. പക്ഷേ യാദൃശ്യമായിട്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ കൊണ്ട് ഞാൻ കറങ്ങിത്തിരിഞ്ഞ് അഭിനയം തുടങ്ങി. അതിനുശേഷം മമ്മൂക്കയുടെ കൂടെ കുറച്ച് സിനിമകൾ ചെയ്യാൻ സാധിച്ചു. കളിയൂഞ്ഞാൽ, രാക്ഷസ രാജാവ് തുടങ്ങിയ സിനിമകൾ. പക്ഷേ ഈ സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ട് ഉള്ളൊരു ഏട്ടനനിയൻ ബന്ധം തന്നെ. കാരണം ഏത് സമയത്തും എനിക്ക് മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന്, എനിക്കിത്തിരി ഭക്ഷണം വേണം, ചോറ് വേണം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് മമ്മൂക്ക തന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും സിനിമയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വേഷങ്ങൾ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സ്റ്റില്ല് കണ്ടല്ലോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞിക്കൂനൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ മുടികളിലെ ചില വിഗൊക്കെ വെച്ചത് കറക്റ്റ് ചെയ്യണം. എൻ്റെ ചില ആദ്യത്തെ ഒരു സ്റ്റില്ല് വന്നു, അപ്പോൾ അതിനത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും മമ്മൂക്ക വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, റഷീനോട് പറയണം അത് കറക്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ പല സിനിമകളും ഞാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പുഴയും കിടന്ന് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂക്ക ഒറ്റപ്പാലത്ത് താമസിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും അടുത്തടുത്ത റൂമിലാണ്. നമുക്ക് ഉദ്യാനപാലം ചെയ്യുന്നു. അപ്പോൾ ഒരു ഇനാഗ്രേഷനൊക്കെ പോകേണ്ട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി തന്നെ ഒരു മകനെയോ അനിയനെയൊക്കെ അണിയിച്ചൊരുക്കി വിടുന്ന പോലെയാണ് പുള്ളി തന്നെ ഡ്രസ്സ്. കാരണം ഞാൻ ഡ്രസ്സിലൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. സമയത്ത് ഏതും ഒരു ട്രെൻഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ് സെൻസ് ഉള്ള ഒരാളാണ് മമ്മൂക്ക. പ്രസൻ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ. നമുക്ക് കറക്റ്റായിട്ട് പറയട്ടെ അതാണ് നല്ലത്, ഇതാണ് നല്ലത്. ഒരു വളരെ വാത്സല്യത്തോടുള്ള നമ്മളുടെ മുമ്പിലും പല സിനിമകളിലും കണ്ടിട്ടുണ്ട് മമ്മൂക്കയുടെ പല വേഷങ്ങളും നമ്മൾ വാത്സല്യത്തിലൊരേട്ടൻ. അതുപോലത്തെ ആൾ തന്നെയാണ് എന്നോട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മമ്മൂക്കയോട്. ഈ സിനിമകൾ ഇപ്പോൾ 2020 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ അതിന് വലിയൊരു സഹായമായിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിളിയും സഹകരണവും സ്നേഹവും വീടുകൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്
അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അത്ഭുതത്തോട് നോക്കിക്കാറുണ്ട്. ഞാനൊരിക്കൽ മമ്മൂക്കോട് പറഞ്ഞു, ഇപ്പോൾ കിങ്ങിലെ വേഷം മമ്മൂക്കയുടെ പെർഫോമൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു വേഷമൊന്നും എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വടക്കം വീരകഥ, ചില വേഷങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നമ്മൾ നോക്കിയേക്കും. മമ്മൂക്ക നല്ലൊരു പെർഫോമറാണ്.